ഹലോ, ഇന്ന് പെരുന്നാളല്ലേ, നല്ല അടിപൊളിയായിട്ടൊരു മന്തിയൊക്കെ ഉണ്ടാക്കിയാലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. മന്തിക്കുള്ള അരി എടുത്ത് നമുക്ക് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. പിന്നെ 2 ക്യാപ്സിക്കം, 1.5 കിലോ ചിക്കൻ്റെ അകത്തേക്കാട്ടോ 2 ക്യാപ്സിക്കം എടുത്തത്. 2 ക്യാപ്സിക്കം എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെക്കുക. പിന്നെ വലിയുള്ളീൻ്റെ ഒരു പകുതി എടുത്തിട്ട് ചെറുതാക്കി അരിയുക. വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതാക്കി ചതക്കിയിട്ട് നല്ല ചതക്കി ഇങ്ങോട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുക. നല്ല ടേസ്റ്റ് ആട്ടോ. വെളുത്തുള്ളി എടുത്താൽ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുക. അതൊരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തുക, അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ വരിഞ്ഞിട്ട് എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചതും പിന്നെ ഒരു ഗ്ലാസ്സൊക്കെ മതിയാവും സൺഫ്ലവർ ഓയിലും, ഒരു 3-4 കട്ട മാഗി ക്യൂബ് 4 ഉള്ളതും കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം അതില്ലാതെ തന്നെ നന്നായിട്ട് ഉപ്പുണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ട് എടുത്താൽ മതി. മാഗി ക്യൂബ്, കറുവപ്പട്ട, ഏലക്ക, കറാമ്പൂ, കുരുമുളക് പൊടി, പിന്നെ മന്തിൻ്റെ മസാല, ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് കുഴയ്ക്കണം. വലിയ ജീരകം, ചെറിയ ജീരകം, ഏലക്ക അതൊക്കെ ഇടണേ. നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചാൽ ചിക്കൻ്റെ അകത്തേക്ക് നല്ലോണം നമുക്ക് പരട്ടാൻ കഴിയുള്ളൂ. മാഗി ക്യൂബൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുക. റെഡ് കളർ ഉണ്ടെങ്കിൽ ഒരു തുള്ളി ഉപയോഗിക്കാം. എന്നിട്ട് ചെറിയൊരു കളറും കിട്ടുമല്ലോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് അതവിടെ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ അരിയുള്ളത് അതിൻ്റെ നമുക്ക് വേവിച്ചെടുക്കല്ല, അത് പുഴുങ്ങി ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് ഊറ്റിയെടുക്കാനുള്ള വെള്ളം കൂടി നമ്മൾ അധികം എടുക്കണം. പിന്നെ അധികം എടുക്കുന്ന ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഉപ്പ്, കറുവപ്പട്ട, ഏലക്ക, കുരുമുളക്, വലിയ ജീരകം എല്ലാം കൂടി ഇട്ട് തുള്ളി ഓയിൽ ഒഴിച്ചിങ്ങാണ്ട് വെള്ളം പതിച്ചതിന് ശേഷം അരി അതിലേക്ക് ഇട്ട് മൂടി വെക്കുക. പിന്നെ കുറച്ച് ചുവന്ന മുളക് വറുത്തതും, ചെറിയ ഉള്ളിയും, ശർക്കരയും, പുളിവെള്ളവും, നുള്ളി ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇത് നമുക്ക് ചോറിന് കൂട്ടാനുള്ള മുളക് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അത് എരി കുത്താതൊക്കെ കുറച്ച് 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് മാറ്റി വെക്കുക. പിന്നെ ചോറിൻ്റെ വേവ് എന്ന് പറയുന്നത് ആ അരി ഒന്ന് ഇങ്ങനെ വളഞ്ഞ് വരും, അതാണ് കേട്ടോ അതിൻ്റെ പാകം വേവ്. ആ സമയമാകുമ്പോൾ നമുക്ക് അത് ഊറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് മറിച്ചിട്ട് അത് വേവിച്ചെടുക്കുക. അതിൻ്റെ എണ്ണ കൂടുതലായാൽ എടുത്ത് മാറ്റി വെക്കണേ. ആ വേവിച്ച ചിക്കൻ്റെ അകത്തേക്ക് ചോറ് എടുത്ത് വെച്ചിട്ട് മൂടി വെക്കുക. എന്നിട്ട് ഒരു അതിൻ്റെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെമ്പ് തുറന്ന് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കക്കിരിയും ക്യാരറ്റ്, ക്യാബേജ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല ഉപ്പ്, കുരുമുളക് പൊടി, സുർക്ക എല്ലാം കൂടി വെച്ച് നല്ല സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്.